ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 102 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി എഴുതുന്നത്. സജോ ദേവസ്യ മാഹിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് മാഹിയിൽ പക്ഷേ ഒരു 31,600ഓളം വോട്ടർമാർ മാത്രമാണുള്ളത്. നിലവിൽ ഞാൻ നിൽക്കുന്നത് മാഹി ഗവൺമെൻറ് ഫ്രഞ്ച് ഹൈസ്കൂളിലാണ്. ഇവിടെ 31 പോളിംഗ് ബൂത്തുകളാണുള്ളത്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ കേരളത്തിനകത്തെ ചെറുതുരുത്താണ് മാഹി എന്ന പ്രദേശം. മാഹിയിൽ 31,600 വോട്ടർമാരേ ഉള്ളൂ. കഴിഞ്ഞ തവണ 68% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ പോളിംഗ് ഒരു അല്പം മന്ദഗതിയിലാണ്. 31 ബൂത്തുകളാണുള്ളത്. 31 ബൂത്തുകളും വനിതകളാണ് നിയന്ത്രിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വലിയ പ്രചാരണ ബഹളങ്ങളോ പോസ്റ്ററുകളോ ബാനറുകളോ വലിയ അനൗൺസ്മെൻറ്റുകളോ ഒന്നും ഇല്ലാതെ വളരെ നിശബ്ദമായി പ്രചരണം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസിലെ വി വൈദ്യലിംഗവും ഒപ്പം NDAക്ക് വേണ്ടിയും BJPയിലെ നമശിവായവുമാണ് മത്സര രംഗത്തുള്ളത്. CPIMന് ഈ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം 2 വ്യത്യസ്ത നിലപാടുണ്ട് എന്ന ശ്രദ്ധേയമായ സവിശേഷത കൂടിയുണ്ട്. കാരണം ഈ പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതായത് പുതുച്ചേരി, യാനം, കാരക്കൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു. മാഹിയിൽ മാത്രം അവർ യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് പിന്തുണയ്ക്കുന്നത്. അതായത് ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ 2 വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ CPIMനുണ്ട്. കാരണം ഈ മാഹി ചുറ്റും ഭാഗവും 4 ചുറ്റും വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എന്ന സവിശേഷത കൂടിയുണ്ട്. ആ നിലയ്ക്കാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത. ഒപ്പം മാഹിയെ സംബന്ധിച്ച് കുറഞ്ഞ വോട്ടർമാർ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടും പോളിംഗ് പലപ്പോഴും ഈ നിലയിൽ മന്ദഗതിയിൽ തന്നെ ആയിരിക്കും എന്നതാണ്. കഴിഞ്ഞ തവണ 68% മാത്രമേ ഉള്ളൂ. ഇത്തവണ പക്ഷേ പോളിംഗ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോളിംഗ് ശതമാനം കുറച്ചുകൂടി വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, കേരളത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടിയും 99% മലയാളി വോട്ടർമാർ മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. കാരണം കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ ഏതാണ്ട് ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ 99% മലയാളി വോട്ടർമാരുള്ള മാഹിയിൽ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. മിക്കയിടങ്ങളിലും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരല്പം മന്ദഗതിയിലാണ്. സജോ ദേവസ്യാണ് മാഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നു. ശ്രീനാഥ്, മഹാരാഷ്ട്രയിലെ 5 മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി എഴുതുന്നു. ഗഡ്കരി അടക്കം ജനവിധി തേടുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഏതാണ്ട് 95 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാർക്കായി ഏതാണ്ട് 10,000-ത്തിലധികം പോളിംഗ് ബൂത്തുകളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഒരു ഭേദപ്പെട്ട പോളിംഗ് എല്ലായിടത്തും കാണാം. ഞാനിപ്പോൾ ഉള്ളത് നാഗ്പൂർ നഗരഹൃദയത്തിൽ തന്നെയുള്ള ഒരു സ്കൂളിലാണ്. കാണാം, കുറേ ആളുകൾ ഇപ്പോഴും ക്യൂവിലുണ്ട്. ഇനിയിപ്പോൾ ഉച്ച സമയമാകുന്നതോടെ തിരക്കൊന്ന് കുറയാനാണ് സാധ്യത. കാരണം കനത്ത ചൂട് ഈ മേഖലയിൽ ഉച്ച സമയത്തൊക്കെ ഉണ്ട്. 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. അതുകൊണ്ട് ഉച്ച സമയത്ത് പോളിംഗ് കുറച്ചുകൂടി ഒരു മന്ദഗതിയിലാവും. പിന്നീട് വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം വീണ്ടും കൂടുന്നതായിട്ടാണ് കാണുന്നത്. രാവിലെ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ, പ്രമുഖരായ ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തി. നിതിൻ ഗഡ്കരി, പ്രഫുൽ പട്ടേൽ, RSS തലവൻ മോഹൻ ഭഗവത് അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ രാവിലെ തന്നെ എത്തുകയും ചെയ്തു. ഗഡ്ചിറോളി അടക്കമുള്ള മാവോയിസ്റ്റ് ബാധിത മേഖലകളിലും കനത്ത സുരക്ഷയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊന്നും തന്നെ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശാന്തമായി തന്നെ സമാധാനപരമായി പോളിംഗ് ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ്. 5 മണ്ഡലങ്ങളിലെ ഏതാണ്ട് 95 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശരി, ചെന്നൈയിൽ നിന്ന് അനീഷ് ശിവദാസും ചേരുന്നു. അനീഷ്, തമിഴ്നാട്ടിൽ ഒറ്റഘട്ട വോട്ടെടുപ്പ് 39 മണ്ഡലങ്ങളിലേക്ക്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ചെന്നൈയിൽ നിന്നുള്ള വിശദാംശങ്ങളും എന്തൊക്കെയാണ്? വേണു, 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൻ്റെ 4 മണിക്കൂർ പിന്നിട്ട് 11 മണിയിലേക്ക് എത്തുമ്പോൾ സാമാന്യം ഭേദ പോളിംഗാണ് തമിഴ്നാട്ടിലുടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 9 വരെയുള്ള കണക്കുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. 12.55% ഇതുവരെ തമിഴ്നാട് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തേനമ്പേട്ട് ചെന്നൈ ഹൈസ്കൂളിലാണ്. ഇവിടെയാണ് അല്പസമയം മുൻപ് മക്കൾ നീതി മയ്യം നേതാവും DMK സഖ്യകക്ഷിയുമായ മക്കൾ നീതി മയ്യത്തിൻ്റെ നേതാവ് കമൽഹാസൻ വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ബൂത്ത് നമ്പർ 27 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തേർതലും ரொம்ப മുഖ്യമാണത്, இந்த தேர்தல் ரொம்ப മുഖ്യമാണത് എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാവിലെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. രജനീകാന്ത്, ഒപ്പം നടൻ അജിത്ത്, കനിമൊഴി, ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ ഒരു നഗരപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ക്യൂ വളരെ കുറവാണ്. നഗരമേഖലകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ഉച്ചയോട് അടുക്കുമ്പോൾ പോളിംഗ് കുറച്ചുകൂടി മന്ദഗതിയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഇത്തവണ ഭയങ്കര ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഈ ചൂട് സമയത്ത് എത്രത്തോളം എത്തുമെന്നുള്ളത് ഒരു ആശങ്കയായി തന്നെ തുടരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ 72.44% തമിഴ്നാട്ടിലെ പോളിംഗ്. ഇത്തവണ അതിനേക്കാൾ ഉയരുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ശക്തമായ ത്രികോണ മത്സരം ഇത്തവണ നടക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് BJP-യും DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ പരസ്പരം പോരടിക്കുന്നു. ദ്രാവിഡ കക്ഷികൾക്ക് പുറമെ ഇത്തവണ ദേശീയ പാർട്ടി കൂടി മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണ തമിഴ്നാട്ടിലുണ്ട്. വേണു. അനീഷ് ശിവദാസാണ് ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.